വിൽപ്പത്രപ്രകാരം അച്ഛൻ്റെ മരണശേഷം സ്വത്തിൻ്റെ മുഴുവൻ അവകാശി ഏകമകളാണ്. പക്ഷേ സ്വത്തിൻ്റെ മേൽ ഒരു കേസുണ്ടായിരുന്നു. യുവതിയെ സഹായിക്കാൻ കുടുംബസുഹൃത്തായ അഭിഭാഷകനെത്തി. പക്ഷേ കേസിൽ അവൾ പരാജയപ്പെട്ടു. നിരാശനായ അഭിഭാഷകനും ആ സ്ത്രീയും കൂടി കോടതിയിൽ നിന്നിറങ്ങുന്നതിനിടയിൽ അയാൾ അവളോട് ചോദിച്ചു, നിനക്കെന്താണ് ഭാവവ്യത്യാസമില്ലാത്തത്? വിധി നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് സർവ്വതും നഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, ഇതിൽ ദൈവഹിതം നടക്കണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് എനിക്കെതിരാണ്. അതെനിക്ക് മാറ്റാനും കഴിയില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെടാറില്ല. സ്വയം വളർച്ചയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്ന 2 പിഴവുകളുണ്ട്. ഒന്ന്, തനിക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. 2, തനിക്ക് നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. മഴ മാറ്റാനോ വെയിലില്ലാതാക്കാനോ ആർക്കും കഴിയില്ല. രാത്രിയുടെയോ പകലിൻ്റെയോ നീളം കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. എങ്കിലും തോരാത്ത മഴയെക്കുറിച്ചും അവസാനിക്കാത്ത രാത്രിയെക്കുറിച്ചും പരാതിപ്പെടുന്നവരുണ്ട്. ഏതൊക്കെയോ അനിയന്ത്രിത കാരണങ്ങളുടെ പേരിൽ ആയുസ് മുഴുവൻ സ്വയം പഴിചാരി ജീവിക്കുന്നവരുമുണ്ട്. ഇടപെടാനും വ്യതിയാനം വരുത്താനും കഴിയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒളിച്ചോട്ടമാണ്. പ്രശ്നങ്ങളെ നേരിടാനുള്ള ഭയം കൊണ്ടും പരാജയ ഭീതി കൊണ്ടും അവർ ഒളിസങ്കേതങ്ങൾ നേടും. കാറ്റ് വീശാതിരുന്നെങ്കിൽ, വെള്ളപ്പൊക്കം ഉണ്ടാകാതിരുന്നെങ്കിൽ തുടങ്ങിയ ന്യായീകരണങ്ങളിലാണ് അത്തരക്കാരുടെ സുഖവാസം. നിയന്ത്രിക്കാനാകാത്തവയെ വിട്ടുകളയാനും നിയന്ത്രിക്കാവുന്നവയെ മെരുക്കിയെടുക്കാനും തയ്യാറാകുക എന്നതാണ് ആത്മസംതൃപ്തിയുടെ ആദ്യപടി. എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് തിരിച്ചുവരവില്ല. എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നവർക്ക് പുനർജന്മമില്ല. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം നടക്കില്ല. ഒന്ന് വഴിമാറി സഞ്ചരിച്ചാൽ പരിഹാരമുണ്ടായേക്കാം. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ പലതും കൈവിട്ടു പോയേക്കാം. തിരിച്ചെടുക്കാനാകാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടില്ല തുടങ്ങിയ മനോഭാവങ്ങൾ വെച്ചു പുലർത്തുന്നവർ മാത്രമേ നിരന്തരമായ പ്രയത്നത്തിലേർപ്പെടൂ. അല്ലാത്തവരെല്ലാം നിരാശയിലോ നാശത്തിലോ പതിക്കും. പാതിരാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ അടിച്ചു. ബ്യൂട്ടിഫുൾ. അവളുടെ അടുത്ത് കിടന്നിരുന്ന ഭർത്താവ് ആ മെസ്സേജ് കണ്ടതിന് ശേഷം പെട്ടെന്ന് ചോദിച്ചു, ഈ പാതിരാത്രിക്ക് നിന്റെ ചന്തം പറയുന്നത് ഏതവനാണ്? ഒരു നിമിഷം അവൾ പോലും ഒന്ന് അമ്പരന്ന് പോയി. ഉടൻ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ അത് ആരും അയച്ച മെസ്സേജ് ആയിരുന്നില്ല. ബാറ്ററി ഫുൾ. ഫോൺ ചാർജ് ആയപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ബ്യൂട്ടിഫുൾ എന്ന് കണ്ടത് അവൻ്റെ സംശയമായിരുന്നു. ചില ബന്ധങ്ങൾ തകരുന്നത് വലിയ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ഡൗട്ട്, ഒരു ഓവർ തിങ്ക്, അത് മാത്രം മതി. വിശ്വാസമില്ലാത്ത സ്നേഹം ഓരോ മെസ്സേജിനെയും സംശയിക്കും. സ്നേഹത്തിന് ഏറ്റവും വലിയ അടയാളം അത് പരസ്പരമുള്ള വിശ്വാസമാണ്. പാതിരാത്രിയിൽ ഉറങ്ങിക്കിടന്നു എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, കൈച്ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിൽ ഉറപ്പിക്കുക. ഇസ്രായേൽ കന്യകെ, മടങ്ങി വരിക. നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക. അവിശ്വസ്തയായ മകളെ, നീ എത്ര നാൾ അലഞ്ഞു തിരിയും? കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു. സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. എഫ്രായിം, ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നെങ്കിൽ അത് നീക്കിക്കളയുക.
നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടി പാർക്കാതിരിക്കട്ടെ. അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖമുയർത്തും. നീ സുരക്ഷിതനും നിർഭയനും ആയിരിക്കും. നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും. ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും. അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. ഇന്ത്യയിലെ മെഡിസിനും ആധുനിക വിദ്യാഭ്യാസത്തിനും നാം ക്രൈസ്തവ മിഷണറിമാരോട് നന്ദിയുള്ളവരായിരിക്കണം. ആർക്കും ഈ യാഥാർത്ഥ്യത്തിനെതിരെ വിമർശനത്തിൻ്റെ വിരൽ ചൂണ്ടുവാൻ കഴിയുകയില്ല. മനുഷ്യരോട് അവർ ചെയ്ത സേവനങ്ങൾ അത് വളരെ ഹൃദയസ്പർശിയാണ്. വേദം കേൾക്കുന്ന അവർണ്ണൻ്റെ ചെവിയിൽ ഈയം ഒഴിച്ചിരുന്ന നാട്ടിൽ ആധുനിക വൈദ്യൻ ഏതെന്ന് പോലും അറിയാതിരുന്ന ഈ നാട്ടിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സുവിശേഷവുമായി എത്തിയ മിഷനറിമാർ മാത്രമാണ് ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചത് എന്ന സത്യം മറക്കരുത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ്. അതിൽ നാസി തടവറയിലെ ആ നഖചിത്രം ഭൂമിയിലെ ഏറ്റവും ക്രൂരമായ നരകങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. അവിടെ മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ അവസാന നാളുകളിൽ ചെയ്തത് എന്താണെന്നറിയാമോ? വലത്തുവശത്തെ ചിത്രത്തിൽ കാണുന്ന വ്യക്തി പോളിഷ് സൈനിക ഉദ്യോഗസ്ഥനായ സ്റ്റെഫാൻ ജാസിയൻസ്കി ആണ്. 1944 നാസികൾ ഇദ്ദേഹത്തെ പിടിച്ച് ഔഷ്വിറ്റ്സ് തടവറയിലെ ബ്ലോക്ക് 11 അടച്ചു. ക്രൂരമായ പീഡനങ്ങളും പട്ടിണിയും നിറഞ്ഞ ആ ഇരുണ്ട സെല്ലിൽ തൻ്റെ കൈകളിൽ യാതൊരു ആയുധങ്ങളോ വരയ്ക്കാനുള്ള ഉപകരണങ്ങളോ ഇല്ലാതിരുന്നിട്ടും സ്റ്റെഫാൻ പതറിയില്ല. തൻ്റെ വിരലിലെ നഖങ്ങൾ മാത്രം ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് ചുവരുകളിൽ അദ്ദേഹം ഒരു ചിത്രം കോറി ഇട്ടു. ഈ ചിത്രത്തിൽ കാണുന്ന ഈശോയുടെ തിരുഹൃദയ രൂപം, സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്, തൻ്റെ ശത്രുക്കളെ വെറുക്കാതിരിക്കാനും ഹൃദയത്തിൽ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാനും അദ്ദേഹം പ്രാർത്ഥനയോടെ തൻ്റെ നഖങ്ങൾ കൊണ്ട് ആ ചുവരുകളിൽ ഈ രൂപം കൊത്തിയെടുക്കുകയായിരുന്നു. 1945 ജനുവരിയിൽ ആ ക്യാമ്പ് മോചിപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം അവിടെ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. സ്റ്റെഫാൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും ക്രൂരതയുടെ ആ ഇരുണ്ട തടവറയിൽ ഇന്നും പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പ്രകാശമായി ആ നഖചിത്രം അവശേഷിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥകളിലും ദൈവത്തിലുള്ള വിശ്വാസത്തിന് നമ്മെ താങ്ങി നിർത്താൻ കഴിയുമെന്നതിൻ്റെ വലിയൊരു സാക്ഷ്യമാണിത്. വിശ്വാസം പ്രത്യാശയാണ്. അത് എല്ലാ ക്രൂരതകളെയും അതിജീവിക്കും. മരണത്തിൻ്റെ നിഴൽ വീണ നാസി തടവറയ്ക്കുള്ളിലും കെട്ടുപോകാത്ത വിശ്വാസത്തിൻ്റെ അടയാളം. പോളിഷ് സൈനികനായിരുന്ന സ്റ്റെഫാൻ ജാസിയൻസ്കി ഓഷ്വിറ്റ്സിലെ ഏകാന്ത തടവിൽ കഴിയുമ്പോൾ തൻ്റെ നഖങ്ങൾ കൊണ്ട് ആ ഭിത്തിയിൽ കൊത്തിയെടുത്തതാണ് ഈ ഈശോയുടെ തിരുഹൃദയ ചിത്രം. ചുറ്റും കൊടും പീഡനങ്ങളും മരണവും മാത്രം ഉണ്ടായിരുന്നപ്പോഴും തൻ്റെ ഉള്ളിലെ പ്രത്യാശ അദ്ദേഹം കൈവിട്ടില്ല. ആ ഭിത്തിയിൽ ഇന്നും ആ ചിത്രം ബാക്കിയുണ്ട്.
തകർക്കാൻ കഴിയാതെ മനുഷ്യവിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി. ഇടയിൽ കുറെ ബിരിയാണി ഇങ്ങനെ കപ്പലുകൾ നങ്കൂരമിടുന്നത് കൊടുങ്കാറ്റിനെ തടയാനല്ല, ഒഴുകിപ്പോകാതെ തകർന്നു പോകാതെ ഒരിടത്ത് ഉറച്ചു നിൽക്കാനാണ്. മൂല്യങ്ങളും വിശ്വാസങ്ങളും പ്രാർത്ഥനയും ചേർത്ത് പിടിക്കുന്ന ചില മനുഷ്യരുമൊക്കെ ജീവിതത്തിലെ നങ്കൂരങ്ങളാണ്. പ്രശാന്ത തീരങ്ങളിൽ അവയ്ക്കെത്ര വിലയുണ്ടെന്ന് വരില്ല. കാരണം കടൽ ശാന്തമായിരിക്കുമ്പോൾ ഏത് കപ്പലിനും സുരക്ഷിതമായിരിക്കാനാവുമല്ലോ. പക്ഷേ പ്രതിസന്ധികൾ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ നങ്കൂരങ്ങൾ മാത്രമായിരിക്കും. എന്നെ തകരാൻ അനുവദിക്കാത്ത ആ നങ്കൂരം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? സ്തുതിയായിരിക്കട്ടെ. കപ്പലുകൾ നങ്കൂരമിടുന്നത് കൊടുങ്കാറ്റിനെ തടയാനല്ല, ഒഴുകിപ്പോകും. തിരുഹൃദയ ഗീതം 6-ാം ഭാഗം. വർഗസംഘർഷം കുറയ്ക്കുവാൻ വർഗീയ സംശയ പോരുകൾ നിർത്തിവെക്കാൻ ശാസ്ത്ര വിജ്ഞാന വീതികൾ ശാശ്വതാനന്ദത്തിൽ ചെന്നെത്തുവാൻ ആലംബഹീനരിൽ അനുകമ്പ കാട്ടുവാൻ അവശരെ അടിമൂടി ചുംബിക്കുവാൻ ക്രിസ്തീയ സഭകളിൽ പുനരൈക്യ പുതുയുഗ കീർത്തനഗാനം മുഴങ്ങിടുവാൻ പരിശുദ്ധാരൂപിതൻ ജ്വാലകൾ സ്വന്തതം പാരിടമാകെ പരന്നു വീശും. എന്തെന്ത് ദുഃഖങ്ങൾ വന്നു ബാധിച്ചാലും എന്നിൽ സമർപ്പിക്കൂ ശരണപൂർവം. നിങ്ങൾ വീതുമ്പുമ്പോളൻ സ്നേഹകൃത്താകെ വിങ്ങുന്നു സഹതാപവിവശമായി. സഹനങ്ങൾ നിങ്ങൾക്ക് സജ്ജീകരിക്കും ഞാൻ, സ്നേഹസമുദ്രമാണെന്ന സത്യം വിസ്മരിക്കാതെ വിനീതരായി ജീവിക്കൂ. വിശ്വാസദാർഢ്യം കുറച്ചിടാതെ മക്കളെ മനുഷ്യൻ്റെ പരിമിത ബുദ്ധിയാൽ മനസ്സിലാകാത്ത ഈ പരമസത്യം വിനയവും താഴ്മയും വഴിയും വിശുദ്ധർക്ക് വെളിവാക്കിയിടുന്നു ഞാൻ വ്യക്തമായി. വേദനയാതന പീഡനം മർദ്ദനം വേർപാട് വിരചിക്കും വ്യസനങ്ങളും വിളനാശം കാരണം വിശപ്പടക്കാനുള്ള വിഭവങ്ങൾ വിപണിയിൽ വിരളമാകൽ പടരുന്നു വ്യാധികൾ ഭൂകമ്പം മുതലായ പല പല ദുരിതങ്ങൾ വന്നലയ്ക്കൽ കടലുകൾ ശോഭിക്കൽ കൽമഴ നിപതിക്കൽ ഇടിമിന്നൽ എന്നിവ പെരുകിടുമ്പോൾ മാമക പാലന വൈഭവ തണലിങ്കൽ മക്കളെ നിങ്ങൾ നിരന്നു നിൽക്കൂ. രോഗത്താൽ ദാരിദ്ര്യ ബാധയാൽ വലയുന്ന ഭാഗ്യഹീനന്മാരെ ഉദ്ധരിക്കൽ കുഷ്ഠം പീഡിച്ചോർത്തൽ ചീഞ്ഞ വ്രണങ്ങളിൽ കുഷ്ഠമോദത്തോടെ തൈ
ശീലമിട്ട് സൃഷ്ടാവാം ദൈവത്തെ പരിചരിക്കും വീതം സൃഷ്ടി കണ്ടെത്തിയ മദർ ത്രേസ്യാതൻ മാതൃക കണ്ടു പഠിക്കുക മക്കളെ മാനവമോചനം സാധിക്കുവാൻ മാമകദാഹം മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളെ വിട്ടിറങ്ങി സന്തോഷപൂർവം സമർപ്പിത ജീവിതം സ്വാഗതം ചെയ്തവർ ധീരചിത്തർ 20 ലക്ഷം പേർ ദീനാനുകമ്പയാൽ പാരിടമെങ്ങും പറന്നെത്തിയ വസ്തുത വൈദിക സന്യാസ വിളിയുടെ വൈശിഷ്ട്യമാർന്നൊരു സാക്ഷ്യമല്ലേ ധന്യരായി ചൈതന്യം പൂർണ്ണരായവരെല്ലാം ധരണീതലത്തിൽ പ്രശോഭിക്കുവാൻ കൂടുതൽ യുവതി യുവാക്കന്മാർ വീടിനെ നാടിനെ വിസ്മരിച്ച് വീരോചിതം ദൈവ ജനസേവനത്തിനായി വിരവിൽ മുന്നേറുവാൻ പ്രാർത്ഥിക്കുവിൻ എൻ്റെ പഞ്ചശതമേറ്റു വാങ്ങാനുള്ള എത്രയോ ഉന്നത ദിവ്യഭാഗ്യം അത്യന്ത താഴ്മായി ആർജിച്ച സിസിയിൽ അനവദ്യയദ്യാത്മശോഭയോടെ മറ്റൊരു ക്രിസ്തുവായി തീർന്ന ഫ്രാൻസിസിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക എൻ മക്കളെ മാമക പീഡാസഹനവും കുരിശിലെ മരണവും ഹൃദയം പിളരുമാറ് ധ്യാനിച്ചു നിർവൃതി നേടിയ ധന്യയൽഫോൺസയെ പിഞ്ചെല്ലുവാൻ മാർഗം നവീനം ഞാൻ മനുഷ്യവർഗത്തിന് മാർഗരീതാമേരി എന്ന എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മ വരട്ടെ. ഗുഡ് നൈറ്റ്.